കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകരെ പിടികൂടിയ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ സംവിധായകരെ വീണ്ടും ചോദ്യം ചെയ്യാനായി ഒരുങ്ങുകയാണ് എക്സൈസ്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ നിലവിലെ നീക്കം. അപ്പോൾ സഹീൻ ആൻസറിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമുക്കിപ്പം സഹീൻ, എക്സൈസിന്റെ പുതിയ നീക്കം, പുതിയ തെളിവ് ശേഖരണം മുന്നിൽ കണ്ടുകൊണ്ടാണോ? തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ ഇവർക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന വിൽപ്പനക്കാരനെ പരിചയപ്പെടുത്തി കൊടുത്ത മൂന്നാം പ്രതിയുടെ സുഹൃത്തിനെ എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല ഈ ഫ്ളാറ്റ് ഇവർക്ക് നൽകിയിട്ടുള്ള സമീർ താഹിറിന്റെ ചോദ്യം ചെയ്യാനും എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായോ അതിനുശേഷമോ ഈ രണ്ട് ഡയറക്ടറേറ്റ്സിനെയും സംവിധായകരെയും ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ തീരുമാനം. ഖാലിദ് റഹ്മാനെയും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയെയും ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ. ഇവർക്ക് ഈ കഞ്ചാവ് ഇതിനു മുൻപ് ഇവർ വാങ്ങിയിട്ടുണ്ടോ, ഈ വിൽപ്പനക്കാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് എക്സൈസിന് അറിയേണ്ടത്. മാത്രമല്ല എത്ര തവണ ഇവരിത് വാങ്ങിയിട്ടുണ്ട്, എത്ര രൂപ ഇവരിൽ നിന്നും ഇവർ ഈ വിൽപ്പനക്കാരന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമെല്ലാം എക്സൈസിന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ഡയറക്ടേഴ്സിനെ ചോദ്യം ചെയ്യാനും ഈ കേസ് അന്വേഷണം ശക്തമായി കൊണ്ടുപോകാനും എക്സൈസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. സേതു, ഇടനിലക്കാരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും സേതു, ഇടനിലക്കാരനെ വിളിച്ചു വരുത്താൻ ഒരു നീക്കം നടത്തിയെങ്കിലും ഇയാളിപ്പോൾ ഒളിവിലാണ്. ഇവർക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ ആൾ ഒളിവിലാണ്. പക്ഷേ ഇയാളെ പരിചയപ്പെടുത്തി കൊടുത്ത ആളെ എക്സൈസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അയാളെ കൂടുതൽ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വിളിക്കുമ്പോൾ വീണ്ടും വരണമെന്നാണ് എക്സൈസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ നടപടിയുമായിട്ട് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നതും. ഒപ്പം തന്നെ ഈ രണ്ട് ഡയറക്ടേഴ്സിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അവരിൽ നിന്നും കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ശരി സഹിൻ, വ്യക്തമാണ്. അപ്പോൾ ഈ കൊച്ചിയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകരെ പിടികൂടിയ സംഭവത്തിൽ അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എക്സൈസ്.